ഹായ് ഫ്രണ്ട്സ്, ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. 2022 നടന്നിട്ടുള്ള എക്സാമിൻ്റെ സെയിം സിലബസ് തന്നെയാണ്. സിലബസിൽ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓരോ സബ്ജക്റ്റ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ടോട്ടൽ 5 സെക്ഷൻസ് ആണ് വരുന്നത്. എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ് ആൻഡ് ജനറൽ. ഈ ഓരോ സെക്ഷനിൽ നിന്നും 20 മാർക്സ് വീതമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ മാർക്സ് 100 ആണ്. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റ് വൈസ് സിലബസ് നോക്കാം. അതിൽ പാർട്ട് 1 എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ടോട്ടൽ 5 മോഡ്യൂൾസ് ആണ്. ഓരോ മോഡ്യൂളിൽ നിന്നും 4 മാർക്സ് വീതമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അപ്ലിക്കേഷൻ, ടോട്ടൽ 4 മാർക്സ്. മോഡ്യൂൾ 2 മാക്രോ എക്കണോമിക് തിയറി ആൻഡ് അപ്ലിക്കേഷൻ, അതും 4 മാർക്സ് തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത് മോഡ്യൂൾ 3 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ്. മോഡ്യൂൾ 4 എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. 5th മോഡ്യൂൾ വരുന്നത് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. ഓക്കെ, അപ്പോൾ ടോട്ടൽ 5 മോഡ്യൂൾസ് ആണ്. ഓരോ മോഡ്യൂളിൽ നിന്നും 4 മാർക്സ് വീതം. ടോട്ടൽ എക്കണോമിക്സിൽ നിന്ന് 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് എടുത്തത് മാത്തമാറ്റിക്സ്. പാർട്ട് 2 മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഇവിടെ 5 മോഡ്യൂൾസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ കാൽക്കുലസ്, സെക്കൻഡ് മോഡ്യൂൾ നമ്പർ തിയറി ആൻഡ് ഓൾജിബ്ര, തേർഡ് മോഡ്യൂൾ ലീനിയർ ഓൾജിബ്ര, ഫോർത്ത് മോഡ്യൂൾ റിയൽ അനാലിസിസ്, 5th മോഡ്യൂൾ കോംപ്ലക്സ് അനാലിസിസ്. ഓരോ മോഡ്യൂളിൽ നിന്നും 4 മാർക്സ് വീതമാണ്. അങ്ങനെ ടോട്ടൽ 20 മാർക്സ്. നെക്സ്റ്റ് പാർട്ട് 3 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ 8 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, 2 മാർക്സ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പ്രോബബിലിറ്റി തിയറി, അത് 4 മാർക്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ തിയറിയും 4 മാർക്സ്. എസ്റ്റിമേഷനിൽ നിന്നും സാമ്പിളിംഗ് തിയറി, അതിൽ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൽ നിന്നും 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് കൊമേഴ്സ് ആണ്. കൊമേഴ്സിന് ടോട്ടൽ 4 മോഡ്യൂൾസ് ആണ് വരുന്നത്. ഓരോ മോഡ്യൂളിൽ നിന്നും 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മോഡ്യൂൾ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് തോട്ട്സ്, സെക്കൻഡ് മോഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, തേർഡ് മോഡ്യൂൾ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോർത്ത് മോഡ്യൂൾ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് ആണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 4 മോഡ്യൂൾസിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 20 മാർക്സ്. അടുത്തത് നമ്മളെല്ലാവരും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജനറൽ പോർഷൻ. ഓക്കെ, നമ്മുടെ എക്സാമിന് ഉണ്ടായിരിക്കില്ല എന്ന് കരുതി മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു ജനറൽ നോളേജ്. അത് ടോട്ടൽ 20 മാർക്സിനാണ്. അതിൽ വരുന്നത് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റും ദെൻ ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ആചാര്യ അക്കാഡമിയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്